പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 58 വയസ്സുകാരന് നിപ്പ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് 58 വയസ്സുകാരന് നിപ്പ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയത്. ഈ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 46 പേരെ കണ്ടെത്തി. റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി. പനി സർവൈലൻസ് തുടരുകയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ നടപടി സ്വീകരിക്കും. ഒരു കേസ് കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ ഒരാൾ ഐസൊലേഷനിൽ ചികിത്സയിലാണ്. നിപ്പ ലക്ഷണങ്ങളോടെ മരിച്ച 58-കാരന്റെ സംസ്കാരം മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തി. പനിയും ശ്വാസതടസ്സവുമായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഇദ്ദേഹത്തിന് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. വിശദമായ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരാഴ്ച മുൻപ് മണ്ണാർക്കാട്ടെ 2 സ്വകാര്യ ആശുപത്രികളിൽ ഇദ്ദേഹം ചികിത്സ തേടിയിരുന്നു. കടുത്ത ശ്വാസതടസ്സത്തോടെ വെള്ളിയാഴ്ച വൈകിട്ടാണ് മണ്ണാർക്കാട്ട് നിന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. നിപ്പ ലക്ഷണങ്ങളുമായി സാമ്യം തോന്നിയതിനാൽ പ്രത്യേകം സജ്ജീകരിച്ച ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടത്തിയാണ് ചികിത്സിച്ചത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംസ്കാരം. അടുത്ത ബന്ധുക്കളും ആരോഗ്യ പ്രവർത്തകരുമാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. അതേസമയം പ്രാഥമികമായി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് കുമരംപത്തൂർ പഞ്ചായത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങി. രോഗിയുമായി നേരിട്ട് സമ്പർക്കത്തിലുണ്ടായിരുന്നവരോട് നിരീക്ഷണത്തിലിരിക്കാൻ നിർദ്ദേശം നൽകി. ചികിത്സിച്ച ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരോടും ക്വാറന്റീനിൽ പോകാൻ നിർദ്ദേശിച്ചു. രോഗത്തിന്റെ ഉറവിടം വ്യക്തമായിട്ടില്ല. രോഗവ്യാപനം തടയുന്നതിനും മറ്റുമായി തുടർ നടപടി സ്വീകരിക്കുന്നതിന് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പോലീസ്, വനം, വെറ്റിനറി, റവന്യൂ, ഫയർഫോഴ്സ്, RRT, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേരും. അതോടൊപ്പം പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പുതിയ തീവ്രബാധിത മേഖലകൾ പ്രഖ്യാപിച്ചു. കുമരംപുത്തൂർ പഞ്ചായത്തിലെ 8-ാം വാർഡ് ചക്കരക്കുളമ്പ്, 9-ാം വാർഡ് ചങ്ങലേരി, 10-ാം വാർഡ് മോദിക്കൽ, 11-ാം വാർഡ് ഞെട്ടരക്കടവ്, 12-ാം വാർഡ് വേണ്ടാംകുറിശി, 13-ാം വാർഡ് കുളപ്പാടം, 14-ാം വാർഡ് ഒഴുകുപാറ, കാരാക്കുറിശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡ് തോണിപ്പുറം, 15-ാം വാർഡ് സ്രാമ്പിക്കൽ, 16-ാം വാർഡ് വെള്ളുങ്ങോട്, മണ്ണാർക്കാട് നഗരസഭയിലെ 25-ാം വാർഡ് കാഞ്ഞിരപ്പാടം, 26-ാം വാർഡ് ഗോവിന്ദപുരം, 27-ാം വാർഡ് 1-ാം മൈൽ, 28-ാം വാർഡ് കാഞ്ഞിരം, കരിമ്പുഴ പഞ്ചായത്തിലെ 4-ാം വാർഡ് കാവുണ്ട, 6-ാം വാർഡ് അമ്പലംപാടം, 7-ാം വാർഡ് പൊമ്പ്ര എന്നിവിടങ്ങളിലാണ് പുതിയ തീവ്രബാധിത മേഖലകൾ.